ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ശ്യാമസുന്ദരൻ എന്ന കവിതാസമാഹാരത്തിലെ ആ പീലി എന്ന കവിതയാണ് ഇവിടെ ചൊല്ലുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം ലഭിച്ച് മായാമോഹങ്ങളകന്ന ലോകവിരക്തനായി മാറിയ സാമൂതിരിപ്പാട് രാജ്യഭാരം ഉപേക്ഷിച്ചുവെന്നും ഗുരുവായൂരിൽ ഒരു താമസസ്ഥലം പണിയിച്ച് അവിടെ ഭഗവാന്റെ പീലി പൂജിച്ച് തൻ്റെ ആയുശേഷം മുഴുവൻ നയിച്ചുവെന്നും ഐതിഹ്യത്തിൽ പറയുന്നു. ആ ഓർമ്മകളാണ് ആ പീലി എന്ന ഈ കവിതയിലൂടെ ഭക്തോത്തമനായ ഓട്ടൂർ വരച്ചു കാണിക്കുന്നത്. കൃഷ്ണനെ കാണാൻ സാമൂരിക്കുള്ള തൃഷ്ണയെ വില്വമംഗലം ബോധിപ്പിച്ചപ്പോൾ അച്യുതൻ കാണാൻ സാധിപ്പിക്കാമെന്നേറ്റോതി. കണ്ണനേറ്റതു കേട്ടറിഞ്ഞൊരു പുണ്യവാനായ സാമൂരി വില്വമംഗലയോഗിതൻ പാദപല്ലവം തൊട്ടു നോക്കിനാൻ. അപ്പോൾ കാണായി തേജോമഗ്നമാം ചിൽപ്പുമാനുടെ വിഗ്രഹം നീലകാന്തി നികുഞ്ചത്തിൽ പാറിലാലസിക്കും ലീലാശുകം. ആനന്ദ തരംഗാവലികളാലാന്തോളിതമാം നീലാബ്ജം നിർമ്മല കൃപാവർഷത്തിൽ മിന്നും ശർമ്മദ സ്നേഹകന്തളം. മാധ്വിയൂഷത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന മൃദ്വികാഫല സഞ്ചയം ശാന്തി കൽപ്പകഛായയിൽ സുവിശ്രാന്തി കൊള്ളുന്ന കൈവല്യം. നാദബിന്ദുവിൽ ഗൂഢമായി വാഴും ഭേദശൂന്യമാം വിജ്ഞാനം. ബ്രഹ്മചര്യത്തിൻ ശുദ്ധജ്വാലയിൽ ബ്രഹ്മണം ചെയ്യും ശൃംഗാരം. പീലിയും മുല്ലമാലയും ചൂടും മൗലി കോലുന്ന പൊൻകോലം. നൽകൂന്തൽ കാട്ടിൽ കൂടെ വന്നെത്തി നോക്കുന്ന ചന്ദ്രമണ്ഡലം. ത്വിട്ടെഴും ഗോപി ചന്ദനം കൊണ്ടു പൊട്ടു തൊട്ടൊരു പൊൻകുടം. ഹാസദുഗ്ധത്തിൽ കൂളികളിടും ഹയ്യങ്കവീന സന്തോഹം. ഭംഗിയിൽ വേണു കയ്യിലേന്തുന്ന സംഗീത വിദ്യാ കൗശലം. ശ്രീവനമാല ചൂഴുന്ന പരിപാവനേന്ദ്ര നീലാചലം.
മഞ്ഞപ്പൂന്തുകിൽ മിന്നൽ ചുറ്റുന്ന മഞ്ജുളമേച്ച കാമ്പുദം ഒക്കത്തൂ നിന്നിറങ്ങും കിങ്ങിണി തൃക്കയ്യാൽ താങ്ങും കൗതുകം പിഞ്ചടിപ്പറ്റി കാഞ്ചനത്തള കിഞ്ചന കൊഞ്ചും കൈശോരം ആപാദ ചൂടരമ്യമായൊരു ഗോപാല ബാലവേഷത്തെ ആലിൻ മൂട്ടിലേരിഞ്ഞി കായകൾ നൂലിൽ കോർക്കുമച്ചേലിനെ ആ വിഭാവ സുഭാവ ഗോപന്മാർ സേവിക്കും സ്ഥായി ഭാവത്തെ മാമുനിമാർക്കു നെഞ്ചിൽ കാണാഞ്ഞൊരാ മനോഹര മൂർത്തിയെ തേടി നോക്കിയിട്ടും വേദങ്ങൾക്കേതു മൂടാവാത്തൊരാ തത്വത്തെ കണ്ണിനു നേരെ കണ്ടൊരു നേരം മന്നവൻ പൂണ്ട സംഭ്രമം ഇന്ന മാതിരി എന്നോതാൻ വയ്യ തന്നെ താൻ കണ്ടറിയണം കണ്ണന്റെ കൃപയോർത്തിട്ടുണ്ടായ കണ്ണീർ പൊയ്കയിലാറാടി തന്മയും നെഞ്ചുമീറനായി പ്രേമരോമാഞ്ചത്താലലിഞ്ഞുപോയി നക്കുവാൻ നാവും പുൽകുവാൻ കയ്യും ഉത്കണ്ഠ മൂലം വെമ്പുമ്പോൾ കണ്ടു നിൽക്കുവാനാവാതെ നൃപൻ മണ്ടി വാരിയെടുക്കുവാൻ കയ്യിൽ കിട്ടിയതില്ലതിൻ മുമ്പാ ദിവ്യരൂപം മറഞ്ഞുപോയി ഈയൊരു കാര്യം സ്പർശന കാര്യം പൊയ്യല്ല വില്വമംഗലം ആവശ്യപ്പെട്ടിട്ടില്ലെന്നു പറഞ്ഞ വിദ്യുല്ലത മാഞ്ഞുപോയി എങ്കിലും ജഗദേകനാഥന്റെ കൂന്തലിൽ നിന്നു ഭാഗ്യത്താൽ പീലിയൊന്നു പറഞ്ഞു പോന്നതു ചാലെ ഭൂപനുലബ്ധമായി ശ്രീവിളയാടും നാടിൻ്റെ ചെങ്കോൽ കൈവെടിഞ്ഞു സാമൂതിരി ആവറും പീലിക്കോലുമായി ഗുരു പാവനപുരം പൂകിനാൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീകൃഷ്ണൻ തൻ്റെ ഹാസം നിറയുമനുപമ സുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികേ ഒന്നു നീ ചൊല്ലിടേണം ഞാനാകുന്നോരു ജന്മ പശുവിനുടെ കഥ നന്ദജൻ തൻ്റെ കാതിൽ. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാവിശേഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 925 ദിവസത്തിലേക്ക് ഈ അക്ഷരോപാസന എത്തുമ്പോൾ ദ്വാദശസ്കന്ധം ബ്രഹ്മോപദേശത്തെ നൽകുന്ന 5-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. ജന്മാദി വികാരങ്ങൾ ദേഹധർമ്മമാണ് എന്ന് പറഞ്ഞതിനെ ഉറപ്പിക്കുകയാണ് ഇവിടെ ഋഷിബ്രഹ്മർഷി പരീക്ഷത്തിന്റെ മുമ്പിൽ. പറഞ്ഞു, ഘടേ ഭിന്നേ യഥാകാശ ആകാശസ്യാൽ യഥാപുര ഏവം ദേഹേ മൃതേ ജീവോ ബ്രഹ്മ സമ്പദ്യത്തെ പുനഃ. ഘടേ ഭിന്നേ, ഘടം ഭിന്നമായപ്പോ ആകാശ അതിലെ ആകാശം യഥാപുര മുമ്പത്തെ പോലെ ആകാശഃ സ്യാൽ ആകാശമായി ഭവിക്കും. ഏവം ഇതേപോലെ ദേഹേ മൃതേ ദേഹം മരിച്ചാൽ ജീവഃ ജീവൻ പുനഃ ബ്രഹ്മ സമ്പദ്യത്തെ വീണ്ടും
ബ്രഹ്മമായിട്ട് മാറുന്നു. വേദാന്തികൾ പറയുന്ന ഘടാകാശം എന്നുള്ള സങ്കല്പം, കുടത്തിൽ ഒരാകാശം അല്ലേ, എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട് ആകാശം. ആ ആകാശം ഘടകമാകുന്ന ഉപാധി കൊണ്ട് ഘടാകാശമായി മാറുന്നു. ആ കുടത്തിലൊരാകാശം. ഘടം ഉടഞ്ഞു കഴിഞ്ഞാലോ പിന്നെ ആകാശം ഒന്നായി തീർന്നു, മഹാകാശമായി തീരുന്നു. അതേപോലെ ജ്ഞാനം കൊണ്ട് ജന്മകാരണമായിരിക്കുന്ന അജ്ഞാനത്തോടുകൂടിയ ശരീരം നശിക്കുമ്പോൾ ഈ ജീവൻ വീണ്ടും ബ്രഹ്മമായി തീരുന്നു. പരീക്ഷത്തിന് ശ്രീശുബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. തന്റെ ശ്രോതാവിനെ ബ്രഹ്മോപദേശത്തിലൂടെ ആ ആത്മസാക്ഷാത്കാരത്തിന്റെ തലത്തിലേക്ക് എത്തിക്കാൻ മുമ്പ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇത്. പിന്നെ പറഞ്ഞു, മനഃസൃജതി വൈദേഹാൻ ഗുണാൻ കർമാണി ചാത്മന തന്മന സൃജതേ മായ തതോ ജീവസ്യ സംസൃതി. ആത്മനഃ ഇവിടെ പറയുകയാണ്, ആത്മാവിന് ദേഹാൻ ഗുണാൻ, ദേഹങ്ങളെയും ഗുണങ്ങളെയും, കർമാണി കർമ്മങ്ങളെയും, മനഃ സൃജതി മനസ്സ് സൃഷ്ടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതില്ല. തത് മനഃ ആ മനസ്സിനെ മായാ സൃജത്തെ, ആരാ സൃഷ്ടിക്കണത്? മായ സൃഷ്ടിക്കുന്നു. തത അതിൽ നിന്ന് ജീവസ്യ സംസൃതി, ജീവന് സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരും. ആത്മാവിന്റെ ദേഹാദി സംബന്ധം മായാകൃതമാണ്. ജ്ഞാനബന്ധം കൊണ്ട് മായയാകുന്ന ബന്ധം നശിക്കും. അപ്പോ ബന്ധമുണ്ടായത് എങ്ങനെയാണ്? ആദ്യം എന്താണ്, അതിനുശേഷം എന്താണ്? അത് അനുക്രമമായിട്ട് പറയുകയാണ്. ആത്മാവിന് സത്വാദി ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, പുണ്യപാപാദി കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, മനുഷ്യൻ, ദേവൻ, തിര്യക് തുടങ്ങിയ പലതരത്തിലുള്ള ശരീരങ്ങൾ, ഇതിനെയൊക്കെ ആരാണ് സൃഷ്ടിക്കുന്നത്? അത് ആ മായ കൊണ്ടാണ് എന്ന് പറയുന്നു. മനസ്സിനാൽ സൃഷ്ടിക്കപ്പെടുന്നു. ആ മനസ്സിന് കാരണം മായയാണ്. സ്നേഹാധിഷ്ഠാനവർത്യഗ്നി സംയോഗോ യാവദീയത്തെ തതോ ദീപസ്യ ദീപത്വമേവം ദേഹകൃതോ ഭവ രജസത്വതമോ വൃത്യ ജായതേധ വിനശ്യതി. സ്നേഹാധിഷ്ഠാനവർത്യഗ്നി സംയോഗ, എണ്ണ അതിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന ആ വിളക്ക്, അതേപോലെ തന്നെ വർത്തി എന്ന് പറഞ്ഞാൽ തിരി, അഗ്നി, അവിടെ ആ ജ്വാല, ഇതിൻ്റെയൊക്കെ അന്യോന്യ സംബന്ധം കൊണ്ട്, ഇവയുടെ ആ സംയോഗം കൊണ്ട് യാവത് ഈയത്തെ എത്രത്തോളം നിലനിൽക്കുന്നുവോ തതഹ ദീപത്തിന് ദീപത്വം ഏവം ദീപഭാവം ഇങ്ങനെയാണ്. ദേഹകൃത ഭവഃ ദേഹത്താൽ ഉണ്ടാക്കപ്പെട്ടതാണ് ഈ സംസാരം. രജസത്വ തമോ വൃത്തിയ രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം ഇവയുടെ നാശത്തിൽ, ഇവയുടെ വ്യാപാരത്താൽ ഉണ്ടാകുന്നതാണ്. പിന്നീട് അത് നശിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു ഉപമ അല്ലെങ്കിൽ ഉദാഹരണത്തോടു കൂടി പറയുകയാണ് ശ്രീ ശുബ്രഹ്മർഷി. നല്ലപോലെ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് മനസ്സിലാവും അല്ലെ. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം എന്നാണ് ദൃഷ്ടാന്തീകരിക്കുകയാണ്. അപ്പോ എണ്ണ, ആ എണ്ണ നിൽക്കാൻ ഒരു അധിഷ്ഠാനം വേണം, ഒരു വിളക്ക് വേണം അല്ലെ. ആ വിളക്കില് എണ്ണ ഒഴിച്ചാലാണ് അത് കത്തുക. അതേപോലെ തന്നെ വിളക്കില് വെറുതെ എണ്ണ ഒഴിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അവിടെ ദീപം ഉണ്ടാവണില്ല. മറിച്ച് അതിന് ഒരു ഉപാധി വേണം. അതാണ് അവിടെ തിരിയായിട്ട് തീരണത്. ആ തിരി മാത്രം ഉണ്ടെങ്കിലും കാര്യമില്ല, അത് അഗ്നി ജ്വലിപ്പിക്കണം. അപ്പോഴാണ് സത്യത്തിൽ നമ്മൾ വിളക്ക് എന്ന് പറയാറുണ്ടെങ്കിലും ആ കൊളുത്തി വെച്ച വിളക്കാവണമെങ്കിൽ ആ തിരി അവിടെ കത്തിക്കണം അല്ലേ. അപ്പോ എണ്ണ, ദീപത്തട്ട്, തിരി, അഗ്നി ഇത് എത്രത്തോളം സമയവും ആ യോജിച്ചിരിക്കുന്നുവോ അവിടെ സംയോഗോ
സംയോഗം എത്ര കാലം ഉണ്ടാവുന്നുവോ അത്രത്തോളം സമയം ദീപം ജ്വാലയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെയാണ് ദേഹാദികളുടെ സംബന്ധം കൊണ്ട് സംസാരമുണ്ടാവുന്നത്. ഇങ്ങനെ സത്വരജസ്തമോവൃത്തി കൊണ്ടുണ്ടാകുന്നു, പിന്നീട് നശിക്കുന്നു. എണ്ണയുടെ സ്ഥാനം കർമ്മത്തിനും അതിൻ്റെ അധിഷ്ഠാന സ്ഥാനം മനസ്സിനും, തിരിയുടെ സ്ഥാനം ശരീരത്തിനും, അഗ്നി സംയോഗസ്ഥാനം ചൈതന്യത്തിന്റെ അധ്യാസത്തിനും, ദീപസ്ഥാനം സംസാരത്തിനും കൽപ്പിക്കണം എന്നാണ്. അപ്പൊ തൈലാദി സംയോഗ നാശത്തിൽ ദീപത്തിന്റെ ജ്വാലയാകുന്ന ആ രൂപത്തിന്റെ പരിണാമവും നശിക്കും. ഇതേപോലെ ദേഹം നശിക്കുമ്പോൾ സംസാരവും നശിക്കും എന്ന് ചുരുക്കം. ന തത്രാത്മാ സ്വയം ജ്യോതിർ യോ വ്യക്താവ്യക്തയോ പരാ ആകാശൈവ ചാധാരോ ധ്രുവോനന്ദോപമസ്തതാ. വ്യക്താവ്യക്തയോ സ്ഥൂല സൂക്ഷ്മങ്ങളിൽ നിന്ന് പരഹ വേറിട്ടിരിക്കുന്നവനും, ധ്രുവഹ സുസ്ഥിരനും, തഥാ സർവവ്യാപിയും, അനന്തോപമഹ അപരിച്ഛേദം ആയിട്ടുള്ളതും അനുപമമായിട്ടുള്ളതും, സ്വയം ജ്യോതി സ്വതേ വിളങ്ങുന്നവനും, ആകാശ ഇവ ആധാരഃ ആത്മാ തത്രന. ആകാശം എന്ന പോലെ ആധാരവുമായിരിക്കുന്ന ആത്മാവ് അതിലില്ല. ഇപ്പൊ ദീപം എന്നതുപോലെ സംസാരം മാത്രമാണ് നശിക്കുന്നത്. ജ്യോതിസ് നശിക്കാത്തതുപോലെ ആത്മാവും നശിക്കുന്നില്ല. ആത്മാവ് ആകാശമെന്നതുപോലെ എല്ലാത്തിനും ആധാരമായി സ്ഥൂല സൂക്ഷ്മങ്ങളായ ശരീരാദികളിൽ നിന്ന് വേറിട്ട് വികാരങ്ങളില്ലാതെ നിർവികാരമായി എല്ലാം നിറഞ്ഞ് സ്വയം ജ്യോതി സ്വരാട്ട്, സ്വയം രാജതേ ഇതി സ്വരാട്ട്, അങ്ങനെ സ്വയമേവ പ്രകാശിച്ചുകൊണ്ടിരിക്കും. അപ്പോ ദിക്ക് ദേശം കാലം ഇതുകൊണ്ടുള്ള പരിച്ഛേദം ആത്മാവിനില്ല എന്ന് പറയുന്നു. ആത്മാവിനോട് ഉപമിക്കാൻ സത്യത്തിൽ ഒരു വസ്തുവില്ല. എങ്കിലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അനന്തതയോട് ഉപമിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. അത്രയേ ഉള്ളൂ. അല്ലാതെ ആത്മാവിന്ന പോലെ എന്ന് പറയാൻ സാധിക്കില്ല. പട്ടേരിപ്പാട് പറഞ്ഞതുപോലെ അനുപമിതം അല്ലെ, അനോപമം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. ഉപമയില്ലാത്തതാണ് സത്യത്തിൽ ആത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ. ഏവം ആത്മാനമാത്മസ്ഥമാത്മനൈവാമൃഷ പ്രഭോ ബുദ്ധ്യാനുമാനഗർഭിണ്യാ വാസുദേവാനുചിന്തയാ. പ്രഭോ, പ്രഭുവായുള്ളവനെ, ഏവം ആത്മസ്ഥം ആത്മാനം, ഈ തരത്തിൽ ആത്മാവെന്ന് ധരിക്കുന്ന ദേഹാദി സംഘാതത്തിലിരിക്കുന്ന ആത്മാവിനെ വാസുദേവാനുചിന്തയാ, വാസുദേവന്റെ അനുചിന്ത കൊണ്ട് നിരന്തരമായ ചിന്തയോടുകൂടി അനുമാനഗർഭിണ്യാ ബുദ്ധ്യ, അനുമാനയുക്തമായ ബുദ്ധി കൊണ്ട് ആമൃഷ ചിന്തിക്കൂ എന്നാണ്. ആത്മാവ് നാശരഹിതനാണ്. ദേഹാദി സംഘാതത്തിലിരിക്കുന്ന ആ ആത്മാവിനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ? വാസുദേവ അനുചിന്തയാ, വാസുദേവന്റെ ആ ശ്രീഹരിയുടെ നിരന്തരമായ ചിന്തയോടുകൂടി അനുമാനയുക്തിയോടുകൂടിയുള്ള ബുദ്ധി. അപ്പോ ചിലത് കണ്ടാൽ കാണാത്തത് ഇന്നതുപോലെയാണ് എന്ന് മനസ്സിൽ കാണാൻ സാധിക്കും. ഇതാണ് അനുമാനയുക്തി എന്ന് പറയാം. അപ്പൊ ബുദ്ധി കൊണ്ട് വിചാരം ചെയ്ത് സാക്ഷാത്കരിക്കൂ. അപ്പൊ ദൃശ്യമായ ശരീരത്തിൽ നിന്ന് ദ്രഷ്ടാവായ ആത്മാവ് ഭിന്നനാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതല്ല ഈശ്വരൻ, മറിച്ച് കണ്ണിന് കാണാനുള്ള ശക്തി തരുന്ന ആ ചൈതന്യമൂർത്തിയാണ് ഈശ്വരൻ എന്ന് ഒരു സജ്ജനം ഭഗവാനെ കുറിച്ച് പറയുകയുണ്ടായി. ഇത് ഇവിടെ ശരിയുമാണ് അല്ലേ? അപ്പോ ദൃശ്യമായ ശരീരത്തിൽ നിന്ന് ദ്രഷ്ടാവായ ആത്മാവ് ഭിന്നനായിട്ടിരിക്കുന്നു. ഘടദ്രഷ്ടാവ് ഘടത്തിൽ നിന്ന് ഭിന്നനായിരിക്കുന്നത് പോലെ ദ്രഷ്ടാവായിരിക്കുന്ന ആത്മാവ് ദൃശ്യമായ ശരീരത്തെ
താനായിട്ട് അഭിമാനിക്കുന്നു. അതുകൊണ്ട് ഈ ജനനവും മരണവും തനിക്കാണ് എന്ന് ഉറപ്പിക്കുന്നു. അത് അവിവേകമാണെന്നാണ്. അപ്പൊ ഈ ജനന മരണാദികളുള്ളവനാണെന്നുള്ള അവിവേകം കൊണ്ടുള്ള ധാരണ, അതിനെയാണ് സംസാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സംസാര ദുഃഖങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പൊ ദൃശ്യത്തിന്റെ നാശത്തിൽ ദൃഷ്ടാവിന് നാശമില്ല എന്ന്, അത് അനുമാനത്തിലൂടെ, ഇതാണ് അനുമാന ബുദ്ധി എന്ന് പറഞ്ഞത്. ബുദ്ധ്യാനുമാന ഗർഭിണ്യ, അനുമാനം ചെയ്യണം എന്നാണ്. ഇപ്പൊ ദ്രഷ്ടാവിന് നാശമില്ല. ഇങ്ങനെയുള്ള വിചാരം കൊണ്ട് ആത്മസ്വരൂപനായിട്ടിരിക്കുകയാണ് വേണ്ടത്. ഈ അനുഭവം ഉണ്ടാവാൻ എന്ത് വേണം? വാസുദേവാനുചിന്തയ, ഭഗവാനെ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കണം. എന്നാലേ ഈ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. ശ്രീ വാസുദേവ പാദാരവിന്ദങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാവണം. ഈ ഭക്തിയാണ് ഈ ഒരു തലത്തിലേക്ക് നമ്മളെ എത്തിക്കുക. ഈ അറിവിലേക്ക് എത്താൻ ഈ ഭക്തി വേണം. ഈ അറിവുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സംസാരത്തിന്റെ ദുഃഖങ്ങൾ നമ്മളെ അലട്ടുകയില്ല. അത് നമ്മളിൽ നിന്ന് അകന്നകന്നു പോകും. നമ്മളെ അത് ബാധിക്കുക പോലും ഇല്ല എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നത് 9-ാമത്തെ ശ്ലോകം വരെ. നാളെ ബ്രഹ്മോപദേശം എന്നുള്ള ഭാഗം, നാളെ മഹാശിവരാത്രിയാണ്. അപ്പോ മഹാദേവനും മഹാവിഷ്ണുവും ഒന്ന് തന്നെ എന്ന് ഭാഗവതം പലയിടത്തും പറയുന്നുണ്ട്. ആ മഹാശിവരാത്രിയുടെ എല്ലാ പുണ്യവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരിയോം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു.
രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു
മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.